ഹായ് ഓൾ, മലയാളി ബ്ലിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയില്ല, അപ്പോൾ നമ്മൾ വിചാരിച്ച കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ ചെറിയൊരു ഔട്ടിങ് പോകാമെന്ന്. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഉമ്മൽ എമറാത്ത് പാർക്കിലാണ്. അപ്പം അവിടുത്തെ വിശേഷങ്ങൾ കാണാം. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിലേക്ക് പോവാണ് കേട്ടോ. അവിടെ 2 സെക്യൂരിറ്റീസൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് 4 മണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പാർക്കിംഗ് ഫ്രീ ആണ്. പക്ഷേ ഞങ്ങൾ 4 മണിക്ക് മുന്നേ പോയതുകൊണ്ട് നമുക്ക് സെൽഫ് പാർക്കിംഗ് നമ്മൾ പേ ചെയ്യണം. അത് കഴിഞ്ഞ് ഇത് എൻട്രൻസ് ആണ്. അതിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കേട്ടോ. അപ്പം എക്സ്പെൻസീവ് ആണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സിൽ. അപ്പോൾ നമുക്ക് അതിപ്പോൾ ഫുഡൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫുഡ് കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് കഴിക്കാം. ഇതാണ് മെയിൻ ദ പാർക്ക് മാർക്കറ്റ് എന്ന് പറയും. ഈവനിങ് ആകുമ്പോഴത്തേന് ഈ സൈഡിൽ കാണുന്ന ഈ സ്റ്റോൾസ് ഫുൾ ഓപ്പൺ ആവും കേട്ടോ. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. നല്ല ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല ഭംഗിയാണ് ഈവനിങ് ആകുമ്പോഴത്തേന്. ഈ 2 സൈഡിലെയും സ്റ്റോൾസ് ഫുൾ ഓപ്പൺ ആവും. ഐസ്ക്രീംസ്, പോപ്കോൺസ്, അങ്ങനെയുള്ള എല്ലാ സ്നാക്സ് ഐറ്റംസും ഇവിടെ കിട്ടും. പിന്നെ ഞങ്ങൾ ഈ നടന്നു വന്നപ്പോൾ കണ്ടതാണ് പസിൽസ് കളിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഓരോ സൈഡിൽ ഓരോ ഗെയിംസിൻ്റെ സാധനങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ സിസ്റ്ററാണ്. അപ്പോൾ വെറുതെ നിന്ന് നമ്മൾ പസിൽസ് ജസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം പോകുന്ന വഴിക്ക് തന്നെ ഗെയിം സോൺസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീസ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിർഹംസ് മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. അതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ട്, എത്രയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ ഗാബ്രിയൽ ഇപ്പം 2 ബിലോ അല്ലെങ്കിൽ 2ഉം 2 ബിലോ ആയതുകൊണ്ട് ഇളയാൾക്ക് 7 months ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഫ്രീ ആണെന്ന് പറഞ്ഞു. അഡൽട്സിനെല്ലാം 10 ദിർഹംസ് ആണ് കേട്ടോ. അപ്പം കൊച്ചുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 5 years എബോവ് എല്ലാം ആയിരിക്കും. അതിനെപ്പറ്റി കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല. ഞാൻ പോകാൻ നേരത്തൊന്ന് ചോദിച്ചിട്ട് പറയാം കേട്ടോ. അപ്പം ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഫാമിലി ആയിട്ട് അല്ലാതെ ഒരു മൈൻഡ് റിലാക്സേഷന് പറ്റിയൊരു ഇടമാണ് കേട്ടോ. നല്ല പീസ്ഫുള്ളാണ് ഇവിടെ വന്നു കഴിയുമ്പം. 2 സൈഡിൽ നല്ല ഗ്രീനറി, പിന്നെ കുഞ്ഞുങ്ങൾക്ക് നടന്ന് കളിക്കാനുള്ള സ്ഥലങ്ങൾ, അല്ലാതെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളത്, പസിൽസൊക്കെ സോർട്ട് ഔട്ട് ചെയ്യാനുള്ള, അങ്ങനെ കുറേ ഗെയിംസൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറച്ച് കളിച്ചിട്ടുണ്ട്. അപ്പം വീഡിയോ കൂടെ കാണാമേ. ഇവിടെ പല സ്ഥലത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളതെല്ലാം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? അപ്പം നമുക്ക് ഈവനിങ് ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റിയ ബെസ്റ്റായിട്ടൊരു പ്ലേസാണിത്. നല്ല തണലുമാണ്. പിന്നെ ഈ താഴെ കണ്ടോ, ഈ പൂഴിമണൽ പോലുള്ള സംഭവമാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ തറയിൽ വീണാലൊന്നും അവർക്ക് വേദനിക്കത്തില്ല. അവിടെ കല്ലും അങ്ങനത്തെ സംഭവങ്ങളൊന്നും അല്ല. നല്ല സോഫ്റ്റായിട്ടുള്ള പൂഴിമണലാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുത്തെ ഒരു മെയിൻ സ്ഥലമുണ്ട്, ഒരു ടവറാണ്. ആ ടവറിലോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ ടവറിൽ കയറിയില്ല. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ചുറ്റുപാടൊക്കെ നിന്ന് കണ്ടതേ ഉള്ളൂ. അപ്പം ഞാൻ ആ ടവറിലേക്കാണ് പോകുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരു വലിയ സ്റ്റേഡിയമുണ്ട്. ഈ സ്റ്റേഡിയത്തിൽ കുറേ സീറ്റ്സൊക്കെ ഉണ്ട്. നമുക്കിരുന്ന് ഇവിടുത്തെ എന്തെങ്കിലും ഷോസൊക്കെ വരുമ്പം ഈ സ്റ്റേഡിയത്തിലിരുന്നാണ് കാണുന്നത്. അത് ആ സ്റ്റേഡിയമാണ് ഈ കാണിക്കുന്നത്. അവിടെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തോ ഒരു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഡെക്കറേഷനൊക്കെ ഇവൻ്റ് ചെയ്തവർ ചെയ്യുക. നമ്മളതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലം ഇത് കേട്ടോ. നമ്മുടെ നാട്ടിലെ നമ്മൾ തനി പറമ്പിനകത്ത് അല്ലെ വയൽ അല്ലെ പറമ്പിനകത്ത് നടക്കുന്ന പോലെ ഇരിക്കും. നമ്മുടെ തോട്ടത്തിനകത്ത് തെങ്ങിൻ തോട്ടത്തിനകത്തൊക്കെ നടക്കുന്ന പോലെ ഇരിക്കും. അതേപോലെ അവർ ഫുള്ള് ചെടികൾ കൊണ്ട് നിറച്ചൊരു സ്ഥലം. ഈ ചെടികളുടെ മേളിലാണ് ടവർ കേട്ടോ. നമുക്ക് ലിഫ്റ്റ് കയറി നമുക്ക് ടോപ്പ് വ്യൂ പോയി കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു കുളം പോലുണ്ട്, പക്ഷേ അതെനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. ചെറിയൊരു കുളം പോലെ നല്ല റിലാക്സേഷൻ. ഇതിനകത്തോട്ട് കയറുമ്പോൾ ഇത്രയും നേരം നമ്മൾ വെളിയിൽ നടന്നിട്ട് പെട്ടെന്ന് അകത്തോട്ട് വരുമ്പോൾ നമുക്ക് ശരിക്കും ഡിഫറൻസ് ഫീൽ ആവും. പിന്നെ കണ്ടില്ല, ഓരോ ഈ പന കണക്ക് തെങ്ങണക്ക് ഇരിക്കുന്ന ചെടിക്കകത്തൊക്കെ ഈ സ്പീക്കേഴ്സ് വെച്ചിരിക്കുന്നത്. നമ്മളവിടെ ടച്ച് ചെയ്യുമ്പം കിളികളുടെ ശബ്ദം, പിന്നെ ഓരോരോ വെള്ളം ചാടുന്ന ശബ്ദം, പിന്നെ ഈ നേച്ചറിനെ പറ്റി ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ശരിക്കും നല്ലൊരു സ്പേസ്. ഇവിടെ തന്നെ കുഞ്ഞു ചെയറുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ എത്ര ഇവിടെ നമുക്ക് വന്നിരുന്നുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകാൻ തോന്നും. അത്ര നല്ല രസം ഇവിടെ. എനിക്ക് ഈ പാർക്കിൽ വരുമ്പം ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നു പോവാണ്.
ഒത്തിരി കാണാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. ബാക്കി നമുക്ക് കാണാമേ. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുട്ടികളുടെ ഏജ് ലിമിറ്റ് ചോദിച്ചിട്ട് പറയാമെന്ന്. ചിൽഡ്രൻസ് ബിലോ 3 years ഫ്രീ ആണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം നമ്മുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും കുറേ കാക്ടസ് ചെടി ഉണ്ട് കേട്ടോ. ഇത് കള്ളിമുള്ളിച്ചെടി എന്ന് തന്നെ പറയും. ഇത് ഞാൻ കുറേ വട്ടം കള്ളിമുള്ളിച്ചെടി എന്ന് പറയുമ്പോൾ തെറ്റിപ്പോവും, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം കുറേ കാക്ടസ് നമുക്ക് കാണാം, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പല ഷേപ്സിലും പല ഇതിലും, കുഞ്ഞിതും വലുതും ട്വിസ്റ്റഡ് ആയിട്ടിരിക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു പാർട്ടാണിതേ. മിനി സൂ ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ആനിമൽസ് ഉള്ളത്. അപ്പോൾ നമ്മളിനി അടുത്ത് സൂയിലോട്ടാണ് പോകുന്നത്. നമുക്ക് പോയി നോക്കാം, ബാ. ചെറിയ ചെറിയ സ്പീഷീസാണ്. അപ്പോൾ ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് റാബിറ്റ്, അതേപോലെ തന്നെ ആമ. 2 ആമകളുണ്ട്, ഒരു വലിയ ആമയുടേതും പിന്നെ ഒരു കുഞ്ഞാമയുടേതും. ആദ്യം നമ്മൾ റാബിറ്റിനെ കാണാൻ വേണ്ടി പോയതാണ്, പക്ഷേ റാബിറ്റ് എല്ലാം ചൂടായതുകൊണ്ട് അതിനകത്ത് കയറിയിരിക്കും കേട്ടോ. ഇന്നലെ നമുക്ക് കാണാൻ പറ്റി, ബ്ലാക്ക് കളറിലെ റാബിറ്റ്സ് ആയിരുന്നു. അങ്ങനെ നമ്മൾ റാബിറ്റിനെ കാണുക. അടുത്തതൊക്കെ ഉണ്ടെന്ന് മൈ ആനിമൽ ബാൺ എന്ന് പറയുന്നൊരു, ഇവിടെ നമുക്ക് ആടിനെ കാണാൻ പറ്റും, ക്യാമലുണ്ട്, പിന്നെ എമു ഉണ്ട്, പിന്നെ അത് കണക്കുള്ള കുറച്ച് ആനിമൽസ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്കതൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി നമുക്ക് ചുറ്റി കാണാനുണ്ട് കേട്ടോ. നമ്മൾ കണ്ടാലും തീരില്ല. ഞങ്ങൾ ഓൾറെഡി ഇവിടെ 2 വട്ടം പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുഞ്ഞുങ്ങളെ കാണിക്കാനായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ ഓടിച്ചൊന്ന് കണ്ടിറങ്ങിയ കേട്ടോ. കാര്യം എത്ര കണ്ടാലും ഇവിടെ തീരില്ല, ഇത്രത്തോളം ഉണ്ട്. അങ്ങനെ പോകാനുള്ള ടൈമായി, നമ്മൾ ഇറങ്ങുവാണേ. അങ്ങനെ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു.
നമ്മൾ പാർക്കിൽ വന്ന എല്ലാ കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം വേറൊരു എപ്പിസോഡിൽ ഇനിയും കാണാം. അതുവരെ ബൈ.